ഹലോ ഫ്രണ്ട്സ്, കെക്കൻ കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങൾ ആവശ്യപ്പെട്ട ബ്ലാക്ക് ഹെന്ന വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം, ആ ഒരു ഹെന്നയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഹെന്ന നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒത്തിരി കമൻറ്റ് വന്നതാണ്, ബ്ലാക്ക് ഹെന്ന എങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ഫുള്ള് അങ്ങനെയാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ബ്ലാക്ക് ഹെന്ന നമുക്ക് അങ്ങാടിക്കടകളിലും എല്ലാം മേടിക്കാൻ കിട്ടും. പക്ഷെ പലരും അതിൽ പറയുന്നത് അതിൽ അമ്മോണിയ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈ ബ്ലാക്ക് ഹെന്ന ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഇരുമ്പ് ചട്ടി എടുക്കുക. അതിലേക്ക് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ നോക്കണേ. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ കരിഞ്ജീരകം മുടി വളരാൻ സഹായിക്കുന്നതാണ്, മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്, താരം മാറാൻ സഹായിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാമല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉലുവ. ഈ 2 ടീസ്പൂൺ കരിഞ്ജീരകത്തിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒറ്റ ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഇതുപോലെ രീതിയിൽ കരിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ചുമ്മാ റോസ്റ്റ് ചെയ്തെടുത്താൽ പോലെ ഒന്ന് കരിച്ച് തന്നെ എടുക്കാം. നമ്മുടെ കൈ കൊണ്ട് ഞെവിടുമ്പോൾ ഇത് പൊടിഞ്ഞു വരുന്ന രീതിയിൽ വേണം ഇതൊന്ന് കരിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇത് ഇതേ രീതിയിൽ കണ്ട കൈ കൊണ്ട് ഞെവിടുമ്പോൾ ഇതേ രീതിയിൽ പൊടിഞ്ഞ ഒരു കളർ നിങ്ങളുടെ എൻ്റെ കയ്യിൽ പറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു ഇത് ഇതേ രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നല്ല തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിയിട്ട് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കുറേ ചേറ് തന്നെ നമുക്കിതുപോലെ വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ്, മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ്. കൊച്ചു കുട്ടികളുടെ തലമുടിയിൽ പോലും നമുക്കിത് പുരട്ടാവുന്നതാണ് കേട്ടോ. ഈ കരിഞ്ജീരകം കൊണ്ട് അത് എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ പൊടിച്ച് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണം കേട്ടോ. ഞാനിത് കറക്റ്റ് അളവ് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളുടെ കൂടെ ഇതിൻ്റെ കൂടെ വേണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന കരിഞ്ജീരകവും ഉലുവയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ആദ്യമേ 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ്. നിങ്ങൾ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ എടുക്കുക. ഞാനിപ്പോൾ ഹെന്ന പൗഡർ, ചാരയുടെ ഹെന്ന പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി എടുക്കുക. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ ഹെന്ന പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നെല്ലിക്കാപ്പൊടിയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ എല്ലാം ഞാൻ ഇപ്പോൾ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ പലർക്കും അറിയത്തില്ല, കാത്താ പൗഡർ. ഇതാണ് കാത്താ പൗഡർ. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, പോയി മേടിച്ചോളൂ കേട്ടോ. ഓൺലൈനിലെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്നാണ്, ഞങ്ങളുടെ ഇവിടെ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും കേട്ടോ. ഈ കാത്താ പൗഡറാണ് വേണ്ടത്. അപ്പോൾ അതും 1 ടീസ്പൂൺ കാത്താ പൗഡറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഭൃംഗരാജ് പൗഡറാണ് വേണ്ടത്. അതായത് നമ്മുടെ കയ്യൊന്നിയുടെ പൊടി. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് 4 ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യൊന്നിയുടെ പൊടിയും കൂടെ കുഞ്ഞുണ്ണിപ്പൊടി എന്നാണ് പറയുന്നത് പലയിടത്തും. അപ്പോൾ അതേ ഈ ഒരു പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ കയ്യൊന്നിയൊക്കെ മുടി വളരാൻ സഹായിക്കുന്നതാണ് അല്ലേ. അതുപോലെ നരയൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. നല്ലപോലെ ആർത്ത് മുടി കിളുക്കും, താരഞ്ഞ മുടി പൊട്ടൽ, മുടിക്കായ ഇതെല്ലാം പോകാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും മുടി ഒരുപാട് നരച്ച് വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്യുവാണെങ്കിൽ ഈ നരച്ച മുടിനെ കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ് ഈ ബ്ലാക്ക് ഹെന്ന. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇങ്ങനെ നിങ്ങളത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കയ്യൊന്നിയുടെ പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നീലാമരിപ്പൊടിയാണ്, നമ്മുടെ ഇൻഡിഗോ പൗഡറും കൂടെ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം പൊടികളും എടുത്തിരിക്കുന്ന 1 ടീസ്പൂൺ ആണെങ്കിൽ ഇൻഡിഗോ പൗഡർ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഡിഗോ പൗഡറാണ് കൂടുതലും വേണ്ട. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് നിങ്ങൾക്ക് ഏതാണ് പിടിക്കുന്നത്, തലയിലേക്ക് ചോർച്ചിലോ ഒന്നും അലർജി ഒന്നും ഇല്ലാതെ പിടിക്കുന്ന ഏതാണോ അത് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ഞാൻ ഇപ്പോൾ ഇന്ദുകാന്തി എടുത്തിട്ടുണ്ട്. നമുക്ക് വനശ്രീയുടെ നീലമരിപ്പൊടിയും കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഉപയോഗമുള്ളത്, നല്ലപോലെ മുടി തല പിടിക്കുന്നത്, അത് ചൊറിച്ചിലും അലർജി ഒന്നും ഇല്ലാതെ തല പിടിക്കുന്നത്, അത് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എനിക്ക് നല്ലതാണ്. അതാണ് ഞാനിതിൽ 1 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ 1 ടീസ്പൂണോളം കരിഞ്ജീരകം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കരിഞ്ജീരകം പൊടിച്ചത്, അതും കൂടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട്
കരിഞ്ഞു പോകാതെ തന്നെ ഇതൊന്ന് നല്ലപോലെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കരിഞ്ഞു പോകരുത്, ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകരുത്, ഒരു ചെറിയൊരു മാറ്റമേ വരാവുള്ളൂ. കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. സൂക്ഷിച്ച് വേണം, നല്ല ശ്രദ്ധിച്ച് വേണേ ചെയ്യാൻ, കരിച്ചെടുക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുത്താൻ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ വീഡിയോസിൻ്റെ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ഒരു മിക്സ്, ബ്ലാക്ക് ഹെന്നയുടെ ആ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ വേണം നമുക്ക് അതെടുക്കാനായിട്ട്, നല്ലപോലെ ചൂടാക്കി എടുക്കാനായിട്ട്. കരിഞ്ഞു പോവുകയേ ചെയ്യരുത്, കരിഞ്ഞു പോയാൽ യാതൊരു ഫലവും കിട്ടില്ല. അതുകൊണ്ടാണ് ഇതേ രീതിയിലൊന്ന് ചൂടാക്കിയെടുത്തത്. അപ്പോൾ ഈ ഒരു കളർ വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. ഇതെല്ലാം കൂടെ നല്ലപോലെ നിരത്തി വെച്ച് നല്ല ചൂടാറുന്നിടം വരെ വെച്ചിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് കൊട്ടി വെക്കാം. ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണോ എണ്ണ ചെയ്യാൻ തോന്നുന്നത്, നമ്മൾ മുടി നരച്ച മുടി കറുപ്പിക്കാൻ തോന്നുന്ന ആ സമയം നിങ്ങൾക്ക് എടുത്തിട്ട് ഇതേ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ഇപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഒക്കെയുടെ മീശയിലൊക്കെയാണ് ഒന്ന് തേച്ച് കൊടുക്കുന്നത്, നരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീശയിലേക്കാണ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ 1 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ, വലിയ നരയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചൂടുവെള്ളമോ അല്ലെങ്കിൽ കോഫി വാട്ടറോ അല്ലെങ്കിൽ തേയില വെള്ളം ഇതിൻ്റെ വെള്ളമോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ ഇതിലേക്കൊന്ന് തേച്ച് വെക്കണം. അതായത് കൂട്ടി നിങ്ങൾ വെക്കാതെ നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ എല്ലാ വശത്തും ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് വെക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് എന്തോരം നരയുണ്ടോ അതിനനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ. പക്ഷേ ഈ മിക്സ് എല്ലാം ഇതുപോലെ തന്നെ കറക്റ്റ് ആയിരിക്കണം, വേറൊരു വ്യത്യാസവും അതിൽ വരുത്തരുത്, എല്ലാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അതുപോലെ ഇത് കണ്ടില്ലേ, ബാക്കി വന്നതിന് ഞാൻ കുപ്പിയിലേക്ക് ഒന്നാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കളറാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലായിട്ട് കിട്ടും കേട്ടോ. ഇനി എത്ര തലമുടി നരച്ചെന്ന് പറഞ്ഞാലും മുടി ഇനി നമുക്ക് നരമാറാൻ കെമിക്കൽ ഡൈ ഒന്നും മേടിച്ച് പുരട്ടേണ്ട, ഈ ഒരു പൊടി മാത്രം മതി. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിലും പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ മുടി നല്ല കറുപ്പായിട്ട് വരും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഇരിക്കും തോറും കറുപ്പാവും, ഒന്ന് തേച്ചിട്ട് നമ്മൾ കഴുകി കളഞ്ഞാൽ ഉടനെ ഒന്നും ബ്ലാക്ക് ആകത്തില്ല. പക്ഷേ ഇരിക്കും തോറും ഇത് നല്ലപോലെ ബ്ലാക്ക് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്, യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പൊടിക്കുക ഇതെല്ലാം നാച്ചുറലാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒരു പ്രാവശ്യം ഇതുണ്ടാക്കി വെച്ച് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇത്രയും സാധനങ്ങളാവുമല്ലോ, ഒരുപാട് മേടിക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ വേറെ കെമിക്കലൊന്നും മേടിച്ച് പറ്റുന്നതിനെക്കാട്ടിൽ നമ്മുടെ മുടിക്ക് നല്ലത് ഇതൊക്കെ തന്നെയാണ്. മുടിയൊക്കെ നല്ല ആർത്ത് വളരാൻ സഹായിക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടിയിൽ പതിയെ ആ ഒരു ബ്ലാക്ക് കളർ പിടിക്കുന്നതാണ്. നരച്ച മുടി എന്തോരം ഉണ്ടെങ്കിലും കറുപ്പാക്കി എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ കെമിക്കൽ ഡൈ മേടിച്ച് പുരട്ടിയ ഉടനെ ആ ഒരു കറുപ്പ് നമുക്ക് കിട്ടണമെന്നില്ല. നമ്മളിത് നാച്ചുറൽ ആയത് കാരണം നമുക്കത് പതിയെ മുടിയിൽ ആ ഒരു ബ്ലാക്ക് തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഇക്കയുടെ തലയിലും ഒക്കെ ഇതൊക്കെയാണ് ഞങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. അപ്പം കെമിക്കലൊക്കെ മേടിച്ച് നമ്മൾ തലയിടുമ്പോൾ നമ്മുടെ മുടി ഫുള്ള് പോകുന്നതും പൊടിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ അലർജി ഉള്ളവർക്ക് അലർജി വരും. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നതാണിത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ല, നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ മീശയിലാണെങ്കിലും മുടിയിലാണെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മളിത് മുടിയിലാണെങ്കിലും നരച്ച ഭാഗങ്ങളിൽ മാത്രം പുരട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ നിങ്ങൾ തലമുടി മുഴുവനും പുരട്ടണമെന്നില്ല. നമ്മുടെ നരച്ച മുടി എവിടെയൊക്കെയാണോ അവിടെയൊക്കെ യൂസ് ചെയ്താൽ മതി. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞോളൂ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂട്ടുകാർ ചോദിച്ചവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളൊരു ഹെന്ന പൗഡറാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതൊന്ന് ചെയ്ത് വെച്ച് നോക്കൂ. ഒറ്റ പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് തുടരെ ഇത് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. എൻ്റെ മീശയുടെ ഒരു സൈഡ് മാത്രം നരച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലാണ് യൂസ് ചെയ്തുകൊണ്ട് തേച്ച് കൊടുത്ത് നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് കൈ കൊണ്ട് ജസ്റ്റ് തൂത്ത് കൊടുത്ത് കയ്യിലൊക്കെ വെക്കുവാണെങ്കിൽ ചെറിയൊരു കളർ നമ്മുടെ കൈക്ക് പിടിയും, ബ്ലാക്ക് കളർ. അതുപോലെ വൈറ്റ് കളറിലെ പാത്രങ്ങളിലും ഇതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല, അതിലെല്ലാം കറുത്ത പോലെ കറ പിടിക്കും കേട്ടോ. ഇത് നമ്മുടെ ആ മീശയെ പിടിക്കേണ്ട കറ ആ പാത്രം നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കളറ്. അപ്പോൾ ഇതൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ബ്രഷ് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചീകി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ മുടീനെ പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീശയ്ക്ക് വന്ന മാറ്റം കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവിടെ ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിലായിരുന്നു ബ്ലാക്ക് നര വന്നത്, ആ ഒരു സൈഡെല്ലാം നല്ല കറുപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്
ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.